നമസ്തേ ഗുരുജി. നമസ്കാരം. അങ്ങാണല്ലോ നന്ദകുന്തിരിക്കം ഭജൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായിട്ട് ഒരു വിവാദത്തിന് വഴിമരുന്നിട്ട് അങ്ങ് കുത്തിത്തിരിപ്പാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഷാജൻ സ്കറിയ വലിയ വിമർശനവുമായിട്ട് രംഗത്ത് വന്നു. അദ്ദേഹത്തിന് ആദ്യം ഈ നന്ദഗോവിന്ദ ഭജൻസിനെ വിളിച്ചൊരു വീഡിയോ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഖേദമുണ്ടായിരിക്കും, ഉടനെ അത് ചെയ്യുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും നിരന്തരം വീഡിയോ ഇട്ട് അങ്ങയ്ക്ക് നേരെയുള്ള ആക്രമണം നടത്തുന്നുണ്ട്. അതിൽ ശശികല ടീച്ചർ, RV ബാബു, അങ്ങ് ഇത്രയും പേരെ ഇന്ന് ചിദാനന്ദപുരി സ്വാമിയും കയറി അതിൽ കയറി ആ ലിസ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എനിക്ക് ചോദിക്കാനുള്ള അങ്ങക്ക് ഇതിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു എന്നാണ് ഒന്നാമത്തെ ചോദ്യം. പക്ഷേ രണ്ടാമത് അതിൻ്റെ കൂട്ടത്തിൽ പറയാനുള്ളത്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ ലൈവ് ഒരു വീഡിയോ ഇട്ടിരുന്നു. അന്ന് ഈ നന്ദഗോവിന്ദ ഭജൻസുമായിട്ട് ബന്ധപ്പെട്ട ചെറിയൊരു കാര്യമാണ്, നമ്മൾ ഒരു നല്ല കാര്യങ്ങൾക്കിടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അന്നൊരു വീഡിയോ ചെയ്തത്. പക്ഷേ ഇന്നത് ഗൗരവമായിട്ടുള്ള ചില പ്രശ്നങ്ങളിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഷാജൻ സ്കറിയയുടെ ഈ ആത്മാർത്ഥതയിൽ എന്തെങ്കിലും ഒരു ഒരു വസ്തുതയുള്ളതായിട്ട് ഈ വ്യാജം എന്താണെന്ന് അങ്ങക്ക് എന്താണ് തോന്നുന്നത്? മറുനാടൻ മലയാളി എന്ന ചാനൽ ആദ്യം മുതൽ ശ്രദ്ധിക്കുന്ന ആളാണ് ഞാൻ. മറുനാടൻ മലയാളിയുടെ പല വീഡിയോസും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഈ ഷാജൻ സ്കറി എന്ന് പറഞ്ഞാൽ അടിമുടി വ്യാജനായൊരു വ്യക്തിത്വമാണ്. അത് ഞാൻ തുറന്നു പറയാൻ മടിക്കുന്നില്ല. അയാളുടെ ഉള്ളിലിരിക്കുന്നത് അതിഭീകരനായൊരു കത്തോലിക്കനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയുമാണ്. ഇവിടെ ഒരു പ്രശ്നം, ഇവിടെ ഒരു നാരറ്റീവ് എന്താണെന്നറിയോ? ഒരു ക്രിസ്ത്യാനിക്ക് ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവത്തെയും ആരാധിക്കാതെയും പുകഴ്ത്താതെയും കേരളത്തിൽ ജീവിക്കാം. ഒരു മുസ്ലിമിന് അള്ളാഹു അല്ലാതെ മറ്റാരെയും ആരാധിക്കാതെയും പുകഴ്ത്താതെയും ജീവിക്കാം. ഒരു ഹിന്ദുവിന് ക്രിസ്തുവിനെയും കൂട്ടണം അള്ളാഹുവിനെയും കൂട്ടണം നിർബന്ധമാണ്. ഇല്ലെങ്കിൽ ഹിന്ദുവിന് സ്വീകാര്യതയില്ല. അതിനെതിരെ പറഞ്ഞാൽ ഹിന്ദുവിനെ ലോകത്തെ ഏറ്റവും വലിയ മണ്ടനായിട്ടും ചാണകത്തലയനായിട്ടും ചിത്രീകരിക്കുകയാണ്. സത്യം പറയുന്നത് ഹിന്ദുക്കളുടെ അതിർത്തികളിലേക്ക് കടന്നു കയറുന്ന ഇവാഞ്ചലിസത്തിൻ്റെയും ഇസ്ലാമൈസേഷൻ്റെയും ഒരു പുതിയ പതിപ്പാണ്. ഇന്നലെ എനിക്ക് 24 എന്ന ചാനലിലൊരു ചർച്ചയുണ്ടായിരുന്നു. 24ൻ്റെ മിക്ക ചർച്ചകൾ ഞാൻ ഒഴിവാക്കാറാണ് പതിവ്. 24 തന്നെ ഇതിന് മുമ്പ് ഒരു 4-5 തവണ വിളിച്ചിട്ടുണ്ട്. ആ 4-5 തവണയും ഞാൻ ഇവർ വേണ്ടെന്ന് വെച്ചാൽ, കാരണം ഈ ചാനലിന് ഹിന്ദുക്കളായിട്ടുള്ള അല്ലെങ്കിൽ കോർ ഹിന്ദുക്കളായിട്ടുള്ള ആരെങ്കിലും വന്നാൽ അവരുടെ ശബ്ദം കുറയ്ക്കുക. ഇന്നലത്തെ ചർച്ചയിൽ ശ്രദ്ധിച്ച് എല്ലാവർക്കും മനസ്സിലാവും, എൻ്റെ വാദം വരുമ്പോൾ ഹാഷ്മി അസ്വസ്ഥനാണ്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ ഉടനെ ഒരു ചോദ്യം ചോദിക്കുക. ആദ്യമേ ഞാൻ അയാളോട് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ചെയ്യരുത്, ഒരു പാൻഡിമോണിയം ക്രിയേറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞിരുന്നു. അയാളിനിടയ്ക്ക് സംസാരിക്കുക, കളിയാക്കുക. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഒന്നും തെളിയിക്കാത്ത, അതായത് അയാളെ സംബന്ധിച്ച് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റൂജ് എന്ന് ഒറ്റുകാരൻ രാഹുൽ ഈശ്വറാണ്. രാഹുൽ ഈശ്വർ എൻ്റെ ഇടയ്ക്ക് പറയാണ്, അമൃതാനന്ദ മഠത്തിൽ അമൃതാനന്ദമേ ദീപൻ കാണാൻ വേണ്ടി ക്രിസ്ത്യൻ സുഹൃത്തിനെ കൊണ്ട് പോയി അത്രേ. അപ്പോൾ ഒരു യേശുവിൻ്റെ പടം കൊണ്ടാണ് പോയത്. അവിടെ സ്വീകരിക്കുമെന്ന് അറിയില്ലായിരുന്നു. എന്ത് മണ്ടത്തര പറ. ലോകത്തെ ഏറ്റവും അധികം ക്രിസ്ത്യാനികൾ ആരാധിക്കുന്ന ഒരു ഇന്ത്യൻ ഗുരുവാണ് അമ്മ. അവർ ഈ ക്രിസ്തുവിൻ്റെ ഫോട്ടോ അംഗീകരിക്കുന്നു പേടിച്ചാണ് പോയതെന്ന് എന്ത് പച്ച കള്ളമാണ് അയാൾ പറയുന്നത്. അവിടെ ചെന്നപ്പോൾ അമ്മയുടെ മുറി വലിയൊരു ക്രിസ്തുവിൻ്റെ ഫോട്ടോ, അമ്മയുടെ മുറിയിൽ വലിയ ക്രിസ്തുവും കൃഷ്ണനും ഒക്കെ ഉണ്ട്. ആളുകൾ അമ്മയെ കാണാൻ വരുമ്പോൾ ഗിഫ്റ്റ് കൊടുക്കും, ഇഷ്ടം പോലെ ആളുകൾ, ലോകത്ത് എത്രയോ കോടിക്കണക്കിന് മനുഷ്യർ. പക്ഷെ ഞാൻ അവിടെ പോകുന്ന അമ്മയെ ആരാധിക്കാനാണ്, ക്രിസ്തുവിനെ ആരാധിക്കാനല്ല. രാഹുൽ ഈശ്വറിൻ്റെ പ്രശ്നം അവിടെയും ക്രിസ്തുവിനെ കേട്ടണം എന്നുള്ള നിർബന്ധമാണ്. രാഹുൽ ഈശ്വറിന് പറ്റിയാൽ അയ്യപ്പൻ്റെ അടുത്തൊരു യേശുവിനെ പ്രതിഷ്ഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത്രയ്ക്ക് നീചനായ, മറ്റു മതങ്ങൾക്ക് വേണ്ടി എങ്ങനെ വെറുതെയല്ല, കാശ് കിട്ടാതെ ബാറ്റ് ചെയ്യില്ല, കാശ് കിട്ടാതെ ഇങ്ങനെ ബാറ്റ് ചെയ്യില്ലാരും. ഇത് സ്റ്റൂജാണ് ശരിക്കും. ഇത്തരം സ്റ്റൂജുകളെ തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരം വിഷയങ്ങൾ. ഞാൻ എന്തിനിത് എടുത്തിട്ടു, ഞാൻ വളരെ സൗമ്യമായിട്ടാണ് ഇത് പറഞ്ഞത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാനതിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വരിയിൽ പോലും ഞാൻ വേറൊന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഹിന്ദു ക്ഷേത്രങ്ങളിലൂടെ വളർന്ന് പ്രശസ്തി നേടിയ ശേഷം ഇനി മറ്റ് ഹല്ലേലൂയ പാട്ടും കൂടി പാടാമെന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാനൊരു പേരിട്ടു, നന്ദകുന്തിരിക്കം. കാരണം നന്ദഗോവിന്ദൻ എന്ന് വിളിക്കണ്ട. കാരണം ഗോവിന്ദനോട് തുല്യമല്ല ഒരു ഹിന്ദുവായി എന്നെ സംബന്ധിച്ച് യേശുവും അള്ളാഹു ഒന്നും. എന്നെ സംബന്ധിച്ച് ഗോവിന്ദനാണ് മുഖ്യം, എന്നെ സംബന്ധിച്ച് ശ്രീകൃഷ്ണനാണ് മുഖ്യം, മറ്റെല്ലാത്തിനേക്കാൾ മുഖ്യം അതാണ്. ശ്രീകൃഷ്ണൻ ഒരു ചരിത്ര പുരുഷനായിരുന്നു, അവതാര പുരുഷനായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ വിശ്വസിക്കാൻ ഹിന്ദുവിന് പറ്റില്ലേ? ഇവരെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ ഫാദറോ അല്ലെങ്കിൽ ഒരു മുസ്ലിം ക്ലറിക്കോ കൃഷ്ണൻ ഈശ്വരനാണ് എന്ന് സമ്മതിക്കുമോ? ശിവനെ സമ്മതിക്കുമോ? ഒരു ദേവതയെ സമ്മതിക്കില്ല. നമ്മളെന്തിനാണ് അവരുടെ കച്ചവട ചരക്കായിരിക്കുന്ന അവർ കെട്ടിച്ചമച്ച ഒരു ഗ്രന്ഥത്തെയും അവർ കെട്ടിച്ചമച്ച ഒരു ദൈവസങ്കല്പം നമ്മൾ അംഗീകരിച്ച് കൊള്ളണം എന്നാണ് പറയുന്നത്. ഈ മനോരമയും ഷാജൻ സ്കറിയും മത്സരിക്കുകയാണ് ക്രിസ്തുമത പ്രചരണത്തിനും ഹിന്ദുക്കളുടെ ഇടയിൽ ഇന്നലെ രാജു പി നായർ എന്ന് പറഞ്ഞ കോൺഗ്രസിൻ്റെ ഒരു ഇഡിയറ്റ് ഇന്നലെ പറഞ്ഞു, അമ്പലത്തിനകത്തും ശ്രീകോവിലിനകത്തും ഞങ്ങൾ ക്രിസ്ത്യ ഭജന പാടുമെന്ന്. ഹിന്ദുക്കളെ വെല്ലുവിളിക്കല്ലേ ഇത്? അത് പ്രകോപിപ്പിക്കുക. അതായത് ഞാനാണ് പറയുന്നത്, ഞാൻ പറയുന്നോളൂ,
പിന്നെ ഇടപ്പള്ളി പള്ളിക്കകത്ത് ഞാൻ പിന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നു പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ വെറുതെ ഇരിക്കുമോ? ഹിന്ദുക്കൾ വെറുതെ ഇരിക്കുന്ന അറിയാം. അത്തരത്തിൽ ഹിന്ദുക്കളുടെ പ്രതികരണ ശേഷിയെ ഷണ്ഡീകരിക്കുകയാണ് കഴിഞ്ഞ 70 കൊല്ലം കോൺഗ്രസ് ചെയ്തത്. CPM അതാണ് കേരളത്തിൽ ചെയ്യുന്നത്. അപ്പോൾ പ്രതികരിക്കുന്ന ഹിന്ദു വേണ്ട, ഹാർഡ് കോർ ഹിന്ദു വേണ്ട, ഹാർഡ് കോർ ക്രിസ്ത്യൻ ആവാം, ഹാർഡ് കോർ മുസ്ലിം ആവാം, മറ്റൊരു മതത്തെയും സ്തുതിക്കാതെയും അവൻ്റെ കാര്യങ്ങൾ നടത്താം. നമ്മൾ അത് ചെയ്തു കൊള്ളണമെന്നും ശ്രീകോവിലിനകത്ത് വെച്ച് വരെ അത് ചെയ്യുമെന്നും വെല്ലുവിളിക്കേണ്ട രാജു പി നായർ. അപ്പോൾ ഇവിടെ ഒരു നാരറ്റീവ് ഉണ്ട്. ആ നാരറ്റീവ് എന്താണ്? ഹിന്ദുക്കൾക്ക് നിലനിന്ന് പോകണമെങ്കിൽ ക്രിസ്ത്യാനികളുടെ കൂടെ സഹായം വേണം, അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ സഹായം വേണം എന്ന രീതിയിൽ ഉടമസ്ഥനെ അടിമയാക്കുന്ന രീതിയാണിത്. ആനന്ദ് പണ്ട് എഴുതി വേട്ടക്കാരും വിരുന്നുകാരെന്ന്. അതായത് വിരുന്നുകാരായി വന്ന് വേട്ടക്കാരായി തീർന്നവരാണ് ഈ രണ്ട് മതങ്ങളും. ക്രിസ്തു മതത്തിൻ്റെ സാമ്പത്തിക സോഴ്സ് ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? ഇവിടെ ആശ്രമങ്ങളിലെ ഫണ്ട് പരിശോധിക്കണമെന്ന് മുറവിളി കൂട്ടുന്നവരുണ്ടല്ലോ. ക്രിസ്തു മതത്തിൻ്റെ കത്തോലിക്ക സഭയുടെ നിങ്ങൾ ചാറ്റ് GPT അടിച്ചു നോക്കൂ. കത്തോലിക്ക സഭയുടെ ആസ്തി എത്രയാണ്? എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല. മാത്രമല്ല ഇന്ത്യയിലുള്ള വലിയ പബ്ലിക് സ്കൂളുകൾ വരെ രജിസ്റ്റർ ചെയ്യുന്നത് അവിടുത്തെ പോപ്പാണ് എൻ്റെ അധികാരി. നഗ്നമായി ലാൻഡ് ലോസിനെ ബ്ലേറ്റൻ്റ് ആയിട്ട് ലംഘിച്ച് ജീവിക്കുന്നവരാണ്. ഇന്ത്യൻ നിയമത്തെ അംഗീകരിക്കുന്നില്ലെന്നല്ലേ അർത്ഥം. വേറൊരു ചോദ്യം, ഇന്ത്യ സർക്കാർ, ഭാരത സർക്കാർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭൂമി ഓൺ ചെയ്യുന്നത് ആരാണ്? കത്തോലിക്ക സഭയാണ്. ആ കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ BJPയുടെ പ്രസിഡന്റ് അവർക്ക് അതിന്യൂനപക്ഷ പദവി കൊടുക്കണം, അവർ അവശരാണെന്ന് കാണിക്കാൻ വേണ്ടി ഓടി നടക്കുമ്പോൾ ഇവരെല്ലാവരും എനിക്ക് സ്റ്റൂജസ് ആയിട്ട് കാണാൻ പറ്റുന്നുള്ളൂ. അതെൻ്റെ തെറ്റാണോ? ഇവിടെ ശരാശരി ഹിന്ദു കടം കയറി ആത്മഹത്യ ചെയ്യാണ്, ഒരു തുണ്ട് ഭൂമിയില്ലാതെ കഷ്ടപ്പെടുകയാണ്. അപ്പം നിയമത്തെ അനുസരിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കൾക്ക് പട്ടിണിയും പരിവട്ടവും ആത്മഹത്യയുമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. മുനമ്പത്ത് സമരം നടന്നല്ലോ. എത്രയോ ഏക്കർ സ്ഥലം വഖഫ് ബോർഡ് കൈയടക്കിയത്. വഖഫ് ബോർഡിൻ്റെ കയ്യിൽ 9 ലക്ഷം ഏക്കറാണ് സ്ഥലമുള്ളത്. ക്രിസ്തീയ സഭകളുടെ കയ്യിൽ 17 ലക്ഷം ഏക്കറാണ് ഉള്ളതെന്നാണ് കണക്ക്. കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഇതിന് രേഖയുണ്ട്? അവർ പറയുന്നു, ഇത് ഞാൻ പറഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ PC ജോർജ് പറഞ്ഞു ഇതിനൊക്കെ രേഖയുണ്ടെന്ന്. കാണിക്കട്ടെ. സർക്കാരിന്, ഏതെങ്കിലും സർക്കാരിന് നട്ടലുണ്ടോ 1960 ശേഷം ഇന്ന് വരെയുള്ള ലാൻഡ് എൻക്രോച്ച്മെൻറ്റുകളെ പറ്റി പഠിക്കുക. എത്ര അതുപോലെ തന്നെ നമ്മുടെ മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഈ പശ്ചിമഘട്ടം എത്ര ഇവർ തുറന്നു തീർത്തും നോക്കുക. ബ്ലേറ്റൻ്റായിട്ട് ലാൻഡ് ലോസിനെ ലംഘിച്ചുകൊണ്ട് എല്ലാ മേഖലകളിലേക്കും ഇവർ ഭൂമി കൈയടക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യൻ സർക്കാർ കഴിഞ്ഞ് തൊട്ടടുത്ത് ഏറ്റവും കൂടുതൽ ഭൂമി ഓൺ ചെയ്യുന്ന ക്രിസ്തീയ സഭയ്ക്ക് അതിന്യൂനപക്ഷ പദവി കൊടുക്കാൻ വേണ്ടി ഇവിടുത്തെ BJP നേതാക്കന്മാർ ഓടി നടക്കുമ്പോൾ അവരെ എതിർക്കേണ്ടതല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ BJP, കോൺഗ്രസ്, CPM എന്നല്ല ചിന്തിക്കുന്നത്. ഹിന്ദു 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 എന്നാണ് ചിന്തിക്കുന്നത്. എപ്രകാരമാണോ ഒരു ബിഷപ്പ് ക്രിസ്ത്യൻ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മൊല്ലാക്കം മുസ്ലിം ചിന്തിക്കുന്നത്, അതുപോലെ എനിക്ക് ചിന്തിക്കാൻ ഈ രാജ്യത്ത് അവകാശമുണ്ട്. ക്രിസ്ത്യാനി ഇല്ലാതാക്കണമെന്നോ മുസ്ലിം ഇല്ലാതാക്കണമെന്നോ ഞാൻ പറയുന്നില്ല. എൻ്റെ ധർമ്മത്തിന് എതിരായിട്ട് ഒരു വിരൽ പൊങ്ങിയാലും അത് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രതിബദ്ധത എനിക്കുണ്ട്. അതാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടതിൽ നന്ദ കുന്തിരിക്കുന്നത് പറയാൻ കാരണം. ഇവരുടെ കയ്യിൽ ഒരു സ്ട്രാറ്റജിക് ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ഇവർ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രഷൻ കൊടുത്ത ഇത് കണ്ടോ ഇൻ്റർവ്യൂ? അവർ തുറന്നു പറയണം, ഗണഗീതം പാടുന്നത് പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ എന്നുള്ളത് പാടുന്നത് പൊളിറ്റിക്കൽ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് ഞങ്ങൾ പാടില്ലെന്ന് പറയുന്ന ഇവർ ഒരു ക്ഷേത്രത്തിൻ്റെ പരിപാടിക്ക് ഇവരെന്താ ചെയ്യുന്നത്? ക്രിസ്തീയ ഭജന പാടുകയാണ്, ക്രിസ്തീയ പാട്ട് പാടുകയാണ്. ആലോചിച്ച് നോക്കണം. ഭജന, പൂജ, കൊടിമരം, കൽവിളക്ക് എല്ലാം ഹിന്ദുക്കളുടെ എല്ലാം ഒരു കാലത്ത് ക്രിസ്തീയ സഭ പുച്ഛിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അവർ മെല്ലെ 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 അസിമിലേറ്റ് ചെയ്ത് അവരുടേതാക്കി കഴിഞ്ഞു. എന്തിനേറെ പറയുന്നു, എഴുത്തച്ഛൻ എന്ന മലയാള ഭാഷാ പിതാവ് ജീവിച്ചിരുന്നിട്ടില്ലെന്ന പച്ചക്കള്ളം പോലും അവർ പറഞ്ഞു. പൊങ്കാല എടുത്തുകൊണ്ടിരിക്കുക എല്ലാം പൊങ്കാല, അരവണ, വിഭൂതി. നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് ക്രിസ്തുമതത്തിൻ്റെ പ്രവർത്തനമുള്ളത്. ലോകത്ത് ഏറ്റവും വലിയ രക്തരൂഷിതമായ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് പോപ്പുമാർ. അവരെന്നു മുതലാണ് സമാധാനത്തിൻ്റെ മേലെയും കണിഞ്ഞത്? ഇന്നലത്തെ ചർച്ചയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചു. അവിടെ ഒരു അൽമായ കൗൺസിലിൻ്റെ ഒരു ഷൈജു ആൻ്റണി വന്നിരുന്നു. രാഹുൽ ഈശ്വർ എല്ലാവരും ബാലൻസ് ചെയ്ത് പൈസ വാങ്ങുന്ന ആളാണല്ലോ, സ്റ്റൂജാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞു, എന്താണ് ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ടെന്ന്. വിവേകാനന്ദൻ അത് മാത്രമല്ല പറയുന്നത്, വിവേകാനന്ദൻ ഈ ക്രിസ്തു മതത്തിൻ്റെ അക്രമ മതത്തെപ്പറ്റി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി വിവേകാനന്ദൻ പറഞ്ഞതല്ല, അത് വേദത്തിലുള്ള ഉപനിഷത്തിലുള്ളതാണ്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്നുള്ളത്. അത് പറയാൻ ഹിന്ദു മാത്രമേ ഉള്ളൂ. ഇവിടെ വേറെ ഏതെങ്കിലും മതം പറയോ എല്ലാ ആരാധനാ രീതികളും സ്വർഗത്തിലേക്ക് നയിക്കുന്നു, ഹിന്ദുവിൻ്റെതും മുസ്ലിമിൻ്റെതും ഒരു പള്ളിയച്ചൻ പറയുമോ? പറയില്ല. ഞാൻ ഈ അൽമായനോട് ചോദിച്ചു, കൃഷ്ണനും ക്രിസ്തു ഒന്നാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമുള്ളൂ. അന്ന് മുതൽ ഞാൻ പറയും, എന്നാൽ കുഴപ്പമില്ല, ഞങ്ങളുടെ അമ്പലത്തിനെ പറ്റത്ത് നിങ്ങൾ പാടിക്കുമെന്ന് പറയും. ഒരിക്കലും അവർ പറയില്ല. എപ്പോഴും ഹിന്ദു മതേതരത്വം തെളിയിക്കണം ഇവരൊക്കെ മുമ്പിൽ. അയ്യോ ഞങ്ങൾ മതേതരരാണേ, ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഇവരിവിടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഹിന്ദു മതത്തിന് പ്രത്യേകിച്ച് ഒരു പൈതൃകമില്ല.
ഹിന്ദു മതത്തിന് പ്രമാണ ഗ്രന്ഥമില്ല, നിയമങ്ങളില്ലെന്ന് വരുത്തി തീർക്കുകയാണ്. നോമാൻസ് ലാൻഡാണ് ഹിന്ദു മതം, ആർക്കും കയ്യേറാം. അത് അംഗീകരിക്കാൻ പറ്റില്ല, അത് അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് വേണേൽ വെട്ടിക്കൊല്ല, നിങ്ങൾ പലരും വെട്ടിക്കൊല്ലുന്നവരാണല്ലോ. ഗോവയിൽ അല്ലേ, അത് ഇന്നലെ പറഞ്ഞപ്പോൾ ഹാഷ്മി അതെന്താ പ്രസക്തി എന്ന്. ഗോവൻ ഇൻക്വിസിഷൻ എഴുതിയിട്ടുള്ള ഡെലൻ്റെ അല്ലെങ്കിൽ ബൊക്കനൻ്റെ റിപ്പോർട്ട് RSSകാരനോ BJPക്കാരനോ എഴുതിയതല്ല. അവിടുത്തെ പാവപ്പെട്ട കൊങ്കണി ബ്രാഹ്മണരെ പീഡിപ്പിച്ചതിന് പരിധിയില്ല. ഇവർ സെൻറ്റ് ഫ്രാൻസിസ് വിളിക്കുന്ന ആൾ ലൊയോളക്ക് ഇഗ്നേഷ്യസ് ലൊയോളക്ക് എഴുതിയ കത്ത് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഹിന്ദുക്കളുടെ വിഗ്രഹങ്ങൾ ഞങ്ങളിപ്പോൾ മൂത്രമൊഴിപ്പിക്കുന്ന അവരുടെ കുട്ടികളെ കൊണ്ട് അത് ഞങ്ങൾ വിജയിച്ചു എന്ന്. ആ വാക്കാണ് എനിക്ക് നന്ദഗോവിന്ദത്തെ പറ്റി പറയാനുള്ളത്. നമ്മുടെ ക്ഷേത്ര ദേവീ ദേവന്മാരുടെ മുമ്പിൽ കാർക്കിച്ച് തുപ്പുന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. സെൻറ്റ് ഫ്രാൻസിസ് എഴുതിയ കത്ത് അവൈലബിൾ ആണ്. ഇഗ്നേഷ്യസ് ലോയോളയ്ക്കുള്ള സഹപാഠിക്ക് എഴുതിയ കത്ത്. അതുപോലെ തന്നെ പോർച്ചുഗീസ് ആർമി ഇങ്ങോട്ട് അയക്കണം, ഇവിടുത്തെ ഇവന്മാരുടെ എണ്ണ ഒഴിച്ച നാറുന്ന കറുത്ത വിഗ്രഹങ്ങൾ തച്ചു തകർക്കാൻ പോർച്ചുഗീസ് ആർമി ഇന്ത്യയിൽ വരണം എന്ന് പറഞ്ഞവരാണ് ഇവർ. ഇവരെന്നു മുതലാണ് നന്നായെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നു മുതലാണ് ഈ കരാളമുഖവും ഈ തേറ്റപ്പല്ലും മറച്ചു വെച്ച് ജീവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്രയും അക്രമാസക്തമായ മറ്റു മതങ്ങളെ, അവരുടെ പൂർവ്വ സംസ്കാരങ്ങളെ അപ്രൂട്ട് ചെയ്യാൻ വേണ്ടി തെക്കൻ അമേരിക്കൻ രാജ്യങ്ങൾ മുതൽ ലോകത്തെമ്പാടും ഭീതി വിതച്ച, യുദ്ധം വിതച്ച കത്തോലിക്ക സഭയുടെ നേതൃത്വമാണത്. ക്രൂസേഡ്സ്, ഞാൻ ചോദിക്കട്ടെ, വലിയ ഇവരുടെയൊക്കെ എല്ലാവർക്കും സർവാത്മന അംഗീകരിക്കുന്ന ആളാണല്ലോ നെഹ്റുവിൻ്റെ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ലോകം കണ്ട ഏറ്റവും രക്തരൂഷിതവും ഏറ്റവും ദീർഘകാലം നീണ്ടു നിന്ന യുദ്ധം കത്തോലിക്ക സഭയുടേതാണ്. അവരാണ് ഹിന്ദുക്കളോട് പറയുന്നത് നിങ്ങൾ എന്ത് അക്രമികളാണ്, നിങ്ങൾ വർഗീയവാദികളാണ്, നിങ്ങൾ വിഷം ചീറ്റുന്നു. ശശികല ടീച്ചറൊക്കെ വിഷകല എന്നവർ വിളിക്കുന്നത്. ചിദാനന്ദ ഒരു സ്വാമി ഇന്ന് ന്യൂസ് 18 കൊടുത്ത അതിന് താഴെ ക്രിസ്ത്യൻ നാമധാരികൾ, ഹിന്ദു നാമധാരികൾ, മുസ്ലിം നാമധാരികൾ, അദ്ദേഹത്തെ വിളിക്കാൻ തെറിയൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് യേശു ഭഗവാനെന്നും യേശു ദേവനെന്നൊക്കെ വിളിച്ച് സ്തുതിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. എന്നാണ് നിങ്ങൾ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് വിളിച്ച് സ്തുതിക്കാത്തത്, അപ്പം ഞങ്ങളും സ്തുതിക്കില്ല എന്ന് തീരുമാനിക്കണം. അതെ, ഏകപക്ഷീയമായിട്ട് നമ്മൾ യേശു ഭഗവാനെന്നും യേശു അവതാരമാണെന്നും നാഥുപന്തിലുള്ള ആളാണെന്നും യോഗിയാണെന്നൊക്കെയുള്ള പച്ചക്കള്ളം പറയാതിരിക്കുക. ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല. അത് ക്രിസ്തീയ സഭയുടെ സൃഷ്ടി മാത്രമാണ്. 1-ാം നൂറ്റാണ്ടിലെ ഇവർ പറയുന്ന സെൻറ്റ് പോളാണല്ലോ ഇന്നത്തെ ക്രിസ്തുമതം ഈ രീതിയിൽ കോഡിഫൈ ചെയ്തും ബൈബിൾ കോഡിഫൈ ചെയ്തും. ആ സെൻറ്റ് പോളിൻ്റെ 1-ാം നൂറ്റാണ്ടിലെ കത്തുകളിൽ എവിടെയും ജീസസ് ക്രൈസ്റ്റ് എന്നൊരു വ്യക്തി ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ട് ഒരു രേഖ പോലും ഇല്ല. അയാൾ പറയുന്നത് സ്വർഗസ്ഥനായ പിതാവിനെ പറ്റിയാണ്. അതിന് കിട്ടിയ ഒരു പേരാണ് ക്രൈസ്റ്റ്. There was no human being existent on earth at that point of time. He was not aware of it. അയാൾ ഒരിടത്ത് പോലും മെൻഷൻ ചെയ്യുന്നില്ല. സെൻറ്റ് പോളിനില്ലാത്ത ഭക്തിയാണ് ഇവിടുത്തെ ചില സന്യാസിമാർക്കും രാഷ്ട്രീയക്കാർക്കും. പിന്നീടാണ് ഇതൊരു റോമൻ സഭ, കത്തോലിക്ക സഭ, റോമൻ സാമ്രാജ്യത്തിൻ്റെ രാജാവിൻ്റെ താത്പര്യമാണ് തൻ്റെ ബർത്ത്ഡേ ആയ December 25 ലോകമെമ്പാടും ആഘോഷിക്കപ്പെടണം. അതിനുവേണ്ടി സഭ അല്ലെങ്കിൽ ഈ ചക്രവർത്തി ക്രിയേറ്റ് ചെയ്ത റിലീജനാണിത്. ഒരു എല്ലായിടത്തും ജിഗ്സോ പസൽ പോലെ എല്ലാ രാജ്യത്തിൻ്റെയും സംസ്കാരങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ടാക്കിയ ഒരു വ്യാജ പതിപ്പ് മാത്രമാണിത്. ഇന്ന് ശ്രീകുമാരൻ തമ്പി എഴുതിയിരിക്കുന്നു. ശ്രീകുമാരൻ തമ്പിയോട് എനിക്ക് അദ്ദേഹത്തെ ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന എഴുത്തുകാരൻ നൽകി. അദ്ദേഹം ഒരിക്കലും വീഡിയോ ഇറക്കി ലോകത്തെ ഏറ്റവും വലിയ ഗുരു യേശുവാണെന്ന്. അദ്ദേഹത്തിന് എന്തറിയാം അതിനെപ്പറ്റി? അദ്ദേഹം വലിയ കവിയാണ്. അദ്ദേഹത്തിന് ക്രിസ്തുമതത്തിൻ്റെ ചരിത്രത്തെ പറ്റി എന്തറിയാം? ഇവരൊക്കെ ഒന്നും പറയാൻ, ഇവർ തമ്പുരാക്കന്മാർ, ഇവരോടൊന്നും പറയാൻ പാടില്ല. അവർ പിന്നെ വേദവ്യാസനാണെന്നാണ് അവരുടെ ഭാവം. ഏറ്റവും വലിയ ഗുരു യേശു ക്രിസ്തുവാണ്. എന്തടിസ്ഥാനത്തിലേ പറയുന്നത്? അപ്പോൾ എല്ലാത്തിനും തള്ളിക്കളയല്ലേ? അതെ, തള്ളിക്കളയാണ്. മാത്രമല്ല ബുദ്ധമതത്തിൻ്റെ ധമ്മപദ കോപ്പി ചെയ്തിട്ട് ബുദ്ധമത മിഷണറിമാർ ബുദ്ധൻ അന്ന് കാലത്ത് 80,000 ശിഷ്യന്മാരുണ്ടായിരുന്നു. ബുദ്ധൻ്റെ ശിഷ്യന്മാർ ലോകം മുഴുവൻ, ഈ ഇന്ന് ക്രിസ്തുമതവും ഇസ്ലാം മതവും പഠന ഇടങ്ങളിലെല്ലാം മിഷണറി പ്രവർത്തനം തുടങ്ങിയ റിലിജനാണ്. ദ ഫസ്റ്റ് മിഷണറി റിലിജൻ ഇൻ ദ വേൾഡ് ഇസ് ബുദ്ധിസം. ധമ്മപദയും ബുദ്ധൻ്റെ ഉപദേശങ്ങളും കോഡിഫൈ ചെയ്ത് രണ്ടാമതുണ്ടാക്കിയ പുസ്തകമാണ് പുതിയ നിയമം. അത് അപ്പം ബുദ്ധനാണ് ഏറ്റവും വലിയ ഗുരു എന്ന് പറയാം. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയാം. അയൽക്കാരൻ അമ്പലത്തിൽ പൂജിച്ച പ്രസാദം കൊണ്ടുവന്നത് പിശാചിൻ്റെ എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാം. അപ്പോൾ ഈ ക്രിസ്തു മതവും ഇസ്ലാം മതവും ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന നാരറ്റീവ് ഞങ്ങൾക്ക് ഞങ്ങളുടേത് മാത്രമേ പറ്റൂ, നിങ്ങൾ ഞങ്ങളുടേതും കൂടെ അംഗീകരിക്കണം. ഇത് ഒരുതരം റിലീജിയസ് ഇംപീരിയലിസം അല്ലേ? ഇത് അംഗീകരിച്ച് കൊടുക്കാൻ തയ്യാറല്ലാത്ത ഒരു പക്ഷേ കേരളത്തിലെ ഒരേ ഒരു വ്യക്തിയായി ഞാൻ ചാപ്പകുത്തപ്പെട്ടിട്ടുണ്ട്. മറ്റെല്ലാവരും അല്പസ്വല്പം യേശു ആവാമെന്ന് പറഞ്ഞവരാണ്. ഇപ്പം ഇവന്മാരുടെ തെറി കേട്ടപ്പോഴാണ് എല്ലാവരും നന്നായത്. ഇവരുടെ ഉള്ളിൽ ഈ വർഗീയത എല്ലാ കാലത്തും ഉണ്ട്. ഞാൻ പറയട്ടെ, ശബരിമലയിലെ ആൾത്തിരക്ക് കണ്ടിട്ടല്ലേ ഇവിടെ മലയാറ്റൂരിൽ ഒരു പുതിയ മുത്തപ്പനെ കൊണ്ടുവന്നത് അല്ലേ? ആ സത്യത്തിൽ ശങ്കരാചാര്യരുടെ അച്ഛൻ്റെ കുലദേവതയാണത്. വൃഷാദ്രീശൻ എന്ന് പറയുന്ന ശിവനാണത്.
അത് നമ്മുടെ പല പ്രശ്നങ്ങളിലും തെളിഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഇപ്പോഴും അതിൻ്റെ അവശേഷിപ്പുണ്ട്. ഇങ്ങനെ മറ്റു മതസ്ഥരുടെ ഇടങ്ങൾ കയ്യേറി സ്വന്തം വിശുദ്ധ ഇടങ്ങളാക്കി പ്രഖ്യാപിച്ച് അവിടെ തീർത്ഥാടനം കൊണ്ടുവന്ന അത്രയും ഡോളറാണ് അവർക്ക് കിട്ടുന്നത്. ബോണക്കാട് കാളിമല അവർ കുരിശുമലയാക്കി. പോട്ടെ, തമിഴ്നാട്ടിലെ മൈലാപ്പൂർ ശിവക്ഷേത്രമല്ലേ? അപ്പോൾ സെൻറ് തോമസ് മൗണ്ടായോ അതിപ്പോൾ? ഇതെല്ലാം മൂകമായി സഹിച്ച് പ്രതികരിക്കാൻ ശക്തിയില്ലാതെ ഇന്നും ബ്രിട്ടീഷ് ഇമ്പീരിയലിസ്റ്റ് മനോഭാവത്തോടുകൂടി ഞങ്ങൾ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാണ്, ഞങ്ങളുടെ നിങ്ങൾ പാടിക്കോ, ഞങ്ങൾ കൈയടിക്കാം, നിങ്ങളുടേത് ഇവിടെ പാടണ്ട. അപ്പോൾ ഇവർ പറയുന്ന ഉദാഹരണങ്ങൾ എത്ര വിചിത്രവും വികലവുമാണെന്നറിയോ? ആബേലച്ചൻ കലാഭവൻ സൃഷ്ടിച്ചു. അവിടെ സരസ്വതി പൂജ ചെയ്യുമ്പോൾ ആബേലച്ചൻ അവിടെ നിന്ന് പാടുമായിരുന്നു, പെരുന്നാൾ ആഘോഷിക്കണമെന്ന് പറയുമായിരുന്നു. ഇത് മുസ്ലിങ്ങളുടെ. ആബേലച്ചൻ പള്ളിക്കകത്തല്ല അത് ചെയ്തത്. ആബേലച്ചൻ സാമ്പത്തികമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് കലാകാരന്മാർ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ട്രൂപ്പ് തുടങ്ങി. നല്ല കാര്യം. സപ്തസ്വരം ആബേലച്ചൻ ഉണ്ടാക്കിയെന്ന് പറയില്ലല്ലോ, അതോട് പറയൂ. സപ്തസ്വരം പിന്നെ വാമദേവൻ, അഘോരൻ തുടങ്ങിയിട്ടുള്ള ശിവൻ്റെ 5 മുഖങ്ങളിൽ നിന്നുണ്ടായിരുന്ന വൈദികമായ കോൺസെപ്റ്റാണത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ക്രിസ്ത്യാനികൾ ഭജന പാടുമ്പോൾ, നിങ്ങളിപ്പോൾ തുടങ്ങിയല്ലോ, പുതിയ ഭജന ഗ്രൂപ്പ് തുടങ്ങിയവർ, അടുത്ത കൽവിളക്കിനും പിന്നെ കൊടിമരത്തിന് ശേഷം തുടങ്ങിയ പരിപാടിയാണ് അസിമിലേഷൻ ടെക്നിക്ക്. നിങ്ങൾ ചെയ്യേണ്ടത്, ശരി സപ്തസ്വരം ഉണ്ടാക്കിയ ശിവനാണല്ലോ, ശിവനെ സ്തുതിച്ചുകൊണ്ട് തുടങ്ങാം. ചെയ്യുമോ? ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം, ആബേലച്ചനെ ഇങ്ങനെ ഒരു ഔദാര്യം ചെയ്തുകൊണ്ട് അമ്പലത്തിൽ ആബേലച്ചനെ സ്തുതിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ് ഞങ്ങൾ തുടങ്ങിക്കോളാം, ഞങ്ങൾ ശിവനെ സ്തുതിച്ച ശേഷം. കുഴപ്പമില്ല. നിങ്ങളിത് ചെയ്യാത്തിടത്തോളം കാലം ഞങ്ങളിത് ചെയ്യുന്ന വാശി പിടിക്കരുത്. ഇവിടെ ഒരു വൺ വേ ട്രാഫിക്കാണ്. ഇത് ബുദ്ധിയുള്ള ഹിന്ദുവിന് മനസ്സിലാവും. വെറും എന്താ പറയുക, ചാരായ ഹിന്ദു, ബിരിയാണി ചെപ്പ് ഹിന്ദു, അല്ലെങ്കിൽ കള്ളപ്പം ഹിന്ദു, അവന് മനസ്സിലാവില്ല. അല്ല, ഈ ആബേലച്ചൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൂപ്പ് തുടങ്ങുക മാത്രമല്ലല്ലോ, ക്ഷേത്രങ്ങൾക്കകത്തുണ്ടായിരുന്ന കഥകളിയും എല്ലാം ഇവരെല്ലാം ക്രിസ്തീയമാക്കി. എല്ലാം ക്രിസ്തീയമാക്കി. അത് വെറും കഥകളി കോട്ടംതുള്ളതൊക്കെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഈ പറയുന്ന ഗാനമേള, മിമിക്സ് പരേഡ്, അതെ ആയിക്കോട്ടെ. ഇനി ആബേലച്ചൻ്റെ നല്ല പ്രവൃത്തിയാണ്, അയാളെ കളിയാക്കില്ല. ജയറാം അടക്കം അവിടെ പഠിച്ചാണെന്നാണ് പറയുന്നത്. ശരി, എനിക്കൊറ്റ ചോദ്യമുള്ളൂ, ആബേലച്ചൻ അത് ചെയ്തത് ക്രിസ്തീയ പള്ളിക്കകത്തല്ല, അല്ല പുറത്താണ്. യേശുദാസ് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, പണ്ട് കാലത്ത് പാട്ട് പഠിക്കാൻ വേണ്ടി പൈസ വയ്ക്കാൻ പോയപ്പോൾ പള്ളിയിലച്ചൻ പറഞ്ഞു, എനിക്കെതിരെ കല്ല കേടുണ്ടോ, അതൊക്കെ ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞതെന്നാണ്. സംഗീതം പോലും വെറുത്തിരുന്നവരാണ് ഇവർ. അതായത് നമ്മുടെ സംസ്കാരത്തിലുള്ള കർണാടക സംഗീതം വെറുത്തിരുന്നവരാണ്. ഇപ്പോൾ മനസ്സിലായതിന് ആളുകൾക്ക് സ്വാധീനം ഉണ്ടെന്ന് കണ്ടാൽ അവരടിച്ചു മാറ്റും. അത് തന്നെ നന്ദഗോവിന്ദൻ ചെയ്തത്. ഇപ്പം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ദൈവം സത്യദൈവവും മറ്റുള്ളവരുടെ അസത്യം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ വിശ്വാസം വ്യാജമോ അല്ലോ, ഞാൻ ഇടപെടുന്നില്ല. നിങ്ങൾ ഞങ്ങളുടെ ക്ഷേത്രത്തിനകത്തു പോലും സ്വാധീനം വേണം നിലയ്ക്കുള്ള അധിനിവേശ സ്വഭാവം കാണിച്ചാൽ അതിനെ ജീവൻ കൊടുത്തും ത്യജിക്കും, എതിർക്കും, സംശയമില്ല. ഞാനിവിടുത്തെ സന്യാസി സമൂഹത്തോടും ഇവിടുത്തെ ഹിന്ദുത്വ പക്ഷത്തെ രാഷ്ട്രീയക്കാരോടും പറയുന്നത്, വെറുതെ അരമന ഇറങ്ങാൻ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വത്വം കാണിച്ചിരുന്നാൽ മാത്രമേ, അങ്ങനെ സ്വത്വം കാണിച്ചിരുന്നൊരു മഹാനായിരുന്നു സത്യാനന്ദ സരസ്വതി. ബിഷപ്പ് പോലും വന്നിട്ട് സത്യാനന്ദ സരസ്വതി ഇരിക്കുകയും ബിഷപ്പ് നിൽക്കുകയും ചെയ്യുന്ന ചിത്രം ഞാൻ കാണിച്ചു തരാം. 80കളിലെ നിലയ്ക്കൽ സമരം കള്ളക്കുരിശ് കൊണ്ടിട്ടല്ലേ, കള്ളക്കുരിശ് കൊണ്ടിട്ടിട്ട് ഇത് പൈതൃക കുരിശാണെന്ന് പറഞ്ഞിട്ട് ക്രിസ്തീയ ചരിത്രകാരന്മാർ ഒരു പറഞ്ഞു, ഈ കുരിശിന് 5 വർഷം പോലും പഴക്കമില്ല, ചാണകക്കുഴിയിൽ ഇട്ട് വെച്ച സിമെൻറ്റിൻ്റെ കുരിശാണെന്ന് പറഞ്ഞു. കള്ളത്തരം ചെയ്തുകൊണ്ട് ഹിന്ദുക്കളുടെ പാവനസ്ഥലികളിലേക്ക് കടന്നു കയറാനുള്ള ഇവരുടെ ശ്രമം എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആ കാലത്ത് മതപരമായി തന്നെ ചെറുക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ഇപ്പോൾ ചെറിയൊരു വിമർശനം ഉന്നയിക്കുമ്പോഴും കാടടക്കം വന്നിട്ട് നമ്മളെ ആക്രമിക്കാൻ കാരണം നമുക്ക് സ്വത്വമില്ലെന്ന് വരുത്തി തീർക്കാനുള്ള പദ്ധതിയാണ്. നമ്മൾ നമ്മുടെ സ്വത്വം ഉറക്കെ വിളിച്ചു പറഞ്ഞാൽ അത് അവരെ ഹേർട്ട് ചെയ്യുന്നു. നമ്മളവരെ എതിർക്കണ്ട. നമ്മൾ നമ്മുടെ സ്വത്വം, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പിന്നെ കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിക്കടുത്ത് അശ്വിനി കുമാർ എന്ന് പറയുന്ന സംഘത്തിൻ്റെ പ്രവർത്തകനെ ഇവരെന്തിനാണ് വെട്ടിക്കൊന്നത്? അയാൾ രാമായണം പഠിപ്പിച്ചു എന്നാ തെറ്റ്. എല്ലാ ഹിന്ദു വീടുകളും, മുസ്ലിം വീടുകളിൽ പോയിട്ടില്ല, ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പോയിട്ടില്ല, എല്ലാ ഹിന്ദുക്കളുടെ വീട്ടിലും രാമായണവും ഭഗവത്ഗീതയും പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് അയാളുടെ തെറ്റ്. അതായത് ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും കാഴ്ചപ്പാടിൽ ഇത് ഇപ്പോൾ അവിശ്വാസികളുടെ ഒരു രാജ്യമാണ്. അതിനെ വിശ്വാസികളുടെ രാജ്യമാക്കി മാറ്റും വരെ ഒരു കൂട്ടർ വളരെ സൈലൻ്റായിട്ടും മറ്റേ കൂട്ടർ അക്രമത്തിലൂടെയും ഒരേ ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ അവരുടെ രാജ്യമാണ് ശരിക്കിത്. ഈ ലോകം മുഴുവൻ അവരുടെ ദൈവത്തിൻ്റെയാണ്. അവിടെ ഹിന്ദുക്കൾ വന്ന് കൂടിയ പോലെയാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഹിന്ദുക്കൾ ഇവിടെ ഉച്ചത്തിൽ സ്വത്വം വിളിച്ചു പറഞ്ഞാൽ അത് എങ്ങനെയും ഇല്ലായ്മ ചെയ്യണമെന്നാണ്. യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയക്കാരെ അവർക്ക് പേടിയില്ല. എന്നെപ്പോലെ ഇതിൻ്റെ സ്വത്വം ഇതാണ്, ഇതാ നന്ദഗോവിന്ദൻകാർ ചെയ്തിരിക്കുന്ന നിഷ്കളങ്കമായൊരു പ്രവൃത്തിയല്ല, ഇതൊരു സ്ട്രാറ്റജിക് ഷിഫ്റ്റാണ്. ഇവർക്ക് ഇപ്പോൾ
ഇപ്പം നമുക്കറിയാമല്ലോ, ഇവിടെ ക്രിസ്തു മതത്തെ വിമർശിച്ചാൽ അമേരിക്കയിലേക്ക് വിസ കിട്ടില്ല, അറിയാമോ? ഇന്നലെ പറഞ്ഞപ്പോൾ ഹാഷ്മി ചിരിക്കുകയാണ്. തരം താഴല്ലേ എന്നോട്, ഇത് താഴെ കിടക്കുന്നോ കുഴി കിടക്കുന്നോ പറയണം എന്നോട് തരം താഴല്ലേ എന്ന്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ക്രിസ്തു മതത്തെ വിമർശിച്ചാൽ വിദേശയാത്ര തടസ്സപ്പെടും, വീസ നിഷേധിക്കപ്പെടും. ഇന്നലെയല്ലേ ട്രംപ് വിളിച്ചത് ഇന്ത്യയും ചൈനയും ഹെൽ ഹോൾ എന്ന് വിളിച്ചത്, നരകക്കുഴി എന്നാണ് വിളിച്ചത്. അത് എന്തിൽ നിന്ന് വരുന്നതാണത്? ക്രിസ്തീയ ഇവാഞ്ചലിസ്റ്റ് വരുന്നതാണത്. വി ആർ ഹെൽ ഹോൾ, നമ്മൾ നരകക്കുഴിയാണ് ഇന്ത്യയും ചൈനയും എന്ന് പറയുന്നത്. ഈ രണ്ട് സ്ഥലങ്ങളിലാണ് ഇപ്പോഴും ക്രിസ്തുമതത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കാത്തത്. അപ്പം ഞാൻ പറഞ്ഞത് ഇത് ഭീകരവാദമാണെന്ന്. അവർ എന്ത് ഭീകരവാദം? സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ വിശുദ്ധൻ ഗോവയിൽ ഇൻക്വിസിഷന് വേണ്ടി, വിചാരണ തീക്ക് വേണ്ടിയിട്ട് പോർച്ചുഗീസ് സേനയെ വിളിച്ചു വരുത്തിയ കത്തുകൾ വായിച്ചാൽ ബോധവും വിവരവും തലച്ചോറുള്ള ഒരു ഹിന്ദുവും ഇവരെ ജാഗ്രതയോടുകൂടി മാത്രമേ കാണുള്ളൂ. ഇവരുടെ ഓരോ പ്രവൃത്തിയിലും ഹിന്ദുമതം ഹെററ്റിക്സ് ആണ്, അതായത് നീചതയാണ്, മത വിജാതീയതയാണെന്ന് കാണുന്നവരാണ് അവർ. നമ്മുടെ പ്രസാദം അവർ കഴിക്കില്ല. ചോറ്റാനിക്കര അമ്മയ്ക്ക് പൂജിച്ച പിന്നെ പ്രസാദം ഞാൻ ഇവിടുത്തെ ഇടപ്പള്ളിയിലെ പള്ളിയിലച്ഛൻ കൊടുത്താൽ സ്നേഹം കാണിക്കാൻ വേണ്ടി ആൾ കഴിക്കില്ല. അതേസമയം അവൻ്റെ അവിടെ പൂജിച്ച കള്ളപ്പം ഇവിടെ വേണേ അല്ലെങ്കിൽ എൻ്റെ അപ്പം ഹിന്ദു വരിന്ന് വാങ്ങി കഴിക്കും. നമുക്കങ്ങനെ പേടിയില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇത് മുസ്ലിങ്ങൾ പറയും ഓണത്തിന് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കഴിക്കുന്നു, പിന്നെ റംസാന് ബിരിയാണി വാങ്ങുന്നു. നോക്കൂ, അത് മതസൗഹാർദ്ദമാണ്, അത് ഞാനും അംഗീകരിക്കും, നിങ്ങൾ കഴിച്ചോളൂ, സന്തോഷമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഒരു വിഭാഗക്കാരുണ്ട് ഇതൊന്നും ചെയ്യാത്തവർ, ക്രിസ്ത്യാനികളാണ്. കത്തോലിക്കർ നമ്മുടെ ഓണത്തിനുണ്ടാക്കിയ സദ്യ വീട്ടിലുണ്ടാക്കിയത്, ദേവന് പൂജിച്ച് ഉണ്ടാക്കി കൊടുത്തതല്ല. ക്ഷേത്രത്തിൽ നിന്ന് നിങ്ങളൊരു പ്രസാദം കൊണ്ട് കൊടുക്കൂ, അത് ക്ഷേത്രത്തിനകത്ത് പൂജിച്ചത്. അപ്പോൾ അറിയാം. ഈ പിന്നെ ശബരിമലയിൽ ഇങ്ങനെ കോമൺ ആയിട്ട് ടിന്നിൽ അടച്ചു വരുന്ന സാധനം അയ്യപ്പൻ അറിയുക പോലുമില്ല അതിനെപ്പറ്റി. അത് പ്രസാദമല്ല, അല്ല പ്രസാദമല്ല, അത് വെറും ഒരു പായസം, ടൺ കണക്കിന് ഉണ്ടാക്കുന്നതാണ്. ക്ഷേത്രത്തിനകത്ത് അയ്യപ്പന് പൂജിച്ചിട്ടുള്ളൊരു പായസമോ നേതിച്ചൊരു പായസം കുടിപ്പിക്ക്, ഈ രാഹുൽ ഈശ്വർ കുടിപ്പിക്ക് ഒരു ബിഷപ്പിനെ കൊണ്ട്. കള്ളം കാണിക്കരുത്, നീ വീട്ടിലുണ്ടാക്കിക്കൊണ്ട് നീ അതും ചെയ്യും. രാഹുൽ ഈശ്വർ തന്നെ കുടിക്കുന്നു. അല്ല, രാഹുൽ ഈശ്വർ ക്രിസ്ത്യാനിയാണെന്നാണ് എനിക്ക് വീട്ടിൽ പിന്നെ ശങ്കരാചാര്യരെക്കാൾ വലിയ ക്രിസ്തുവിൻ്റെ പിന്നെ ഫോട്ടോ ആണ് ചുമരിലുള്ളത്. ശങ്കരാചാര്യരില്ലെന്ന് തോന്നുന്നു വീട്ടിൽ, ഉണ്ടെങ്കിൽ തന്നെ എവിടെയും മൂലയ്ക്ക് ഇരിക്കുമായിരിക്കും. അതായത് യേശുവാണ് യഥാർത്ഥ ദൈവം, ബാക്കിയെല്ലാം വ്യാജമാണെന്ന് ഇവർ കാണിക്കാനുള്ള തത്രപ്പാടിൽ ലോകം മുഴുവൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടക്കുന്ന ഇവരാണ് നമ്മളോട് പറയുന്നത് അവരെയും കൂടി അംഗീകരിക്കണമെന്ന്. അത് തൽക്കാലം സാധ്യമല്ല. ശ്രീകുമാരൻ തമ്പിക്ക് ക്രിസ്തീയ സഭ ഇത്രയും കാലം ഇതേ ക്രിസ്തുവിൻ്റെ സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി സ്പെയിനിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും അതിന് പ്രൊട്ടസ്റ്റൻറ്റുകളോട് ഇവർ നടത്തിയ യുദ്ധം നോക്കിയാൽ മതി. നിഷ്ഠുരമായ കൊലപാതകങ്ങളാണ്. അതായത് ഈ തലയോട്ടിയിൽ രണ്ട് ഭാഗത്തുനിന്ന് ഇരുമ്പിൻ്റെ കവചം വെച്ച് ഞെക്കി ഞെക്കി തലയോട്ടി പൊട്ടിച്ചാണ് അക്കാലത്ത് ഹെററ്റിക്സ്, അതായത് ഈ ക്രിസ്തുവിനെ അല്ലാതെ മറ്റ് ദൈവങ്ങളെ ആരാധിച്ചാൽ ഉള്ള ശിക്ഷ. അതിനൊക്കെ ഫോട്ടോ ഞാൻ കാണിക്കാം, അതൊക്കെ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് പുസ്തകങ്ങളുമുണ്ട്. ലോകത്ത് ക്രിസ്തുമതം പീഡിപ്പിച്ചത്ര ഇതര മതസ്ഥരെയും യുക്തിവാദികളെയും പീഡിപ്പിച്ച മറ്റൊരു മതമില്ല. ഇസ്ലാം മതം ഒക്കെ 3-ാം സ്ഥാനമേ ഉള്ളൂ. ക്രിസ്തുമതം, കമ്മ്യൂണിസം, ഇസ്ലാം, ഇതാണ് ഓർഡർ. ശത്രുക്കളെ ഏറ്റവും ക്രൂരവും നിന്ദ്യവുമായി പീഡിപ്പിച്ച്, ശത്രുക്കൾ ആരാണ്? തൻ്റെ മതത്തിൽ വിശ്വസിക്കാത്തവർ. അല്ലാതെ വേറെ ഒന്നുമല്ല, വേറെ തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല. കഞ്ചാവ് കടത്തുകയോ കള്ള് കടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. സ്വന്തം മതത്തിനെ വളർത്താൻ വേണ്ടി ഇതര മതസ്ഥരുടെ ജീവിതം നശിപ്പിച്ച് ആ കൾച്ചേഴ്സിനെല്ലാം അപ്രൂട്ട് ചെയ്ത ഒരു ഭീകരമതം തന്നെയാണിത്. അത് ചരിത്രം അതാണ് പറയുന്നത്. നിങ്ങൾ വായിച്ചു നോക്കൂ, ക്രിസ്തുമതം നടത്തിയ യുദ്ധങ്ങൾ എടുത്ത് നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഇപ്പോൾ അവർ ഏകദേശം ലോകം മുഴുവൻ കീഴടക്കിയ അവസ്ഥയാണ്. ഇനി ഇന്ത്യയും കൂടിയേ ബാക്കിയുള്ളൂ, ഇന്ത്യയും ചൈനയൊക്കെ ബാക്കിയുള്ളൂ. അപ്പോൾ ഇവിടെ വേറൊരു അടവെടുക്കുകയാണ്. എന്ത്? എല്ലാവരും സ്നേഹിക്കണ്ടേ, ദൈവം സ്നേഹമാകുന്നു. അപ്പോൾ ഈ കള്ളത്തരം ഇതിൻ്റെയൊക്കെ വി ക്യാൻ സീ ത്രൂ യുവർ ലൈസ്, നിങ്ങളുടെ നുണകളിലൂടെ ഞങ്ങൾ കാണുന്നു. അപ്പം അതുകൊണ്ട് ഷാജൻ സ്കറിയ വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി ഹിന്ദുക്കളെ മൃദു ഹിന്ദുത്വം പറഞ്ഞുകൊണ്ട് പറ്റിക്കുകയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അതിൽ യാതൊരു സംശയവുമില്ല. ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ വിഷയം കണ്ടല്ലോ, അപ്പോൾ മനസ്സിലായി എന്താണ് ശരിക്കും ഷാജനെ പൊള്ളിക്കുന്നത്. ഷാജനും ശ്രീകുമാരൻ തമ്പി ഇന്ന് ജഗദീഷ് ഏതൊരു ഒരു പരിപാടിക്കിടയിൽ, ചർച്ചിലെ പരിപാടിക്ക് ക്രിസ്തുമത ഗീതം പാടി. കൊള്ളാം, ചർച്ചിലെ പരിപാടിക്ക് ക്രിസ്തുമത ഗീതമാണ് പാടേണ്ടത്. ചർച്ചിലെ പരിപാടിക്ക് പിന്നെ അമ്മേ ഭഗവതി, നിത്യകന്യേ ദേവി, കാളിയെ പറ്റി പാടുമോ? ഇല്ല. സമ്മതിക്കുമോ? സമ്മതിക്കില്ല. ഇപ്പോൾ ഹിന്ദുവിൻ്റെ ഈ അമിത വിനയം ഒരു പള്ളിയിലച്ഛനെ ജഗദീഷ് ചെയ്യേണ്ടത് ജഗദീഷിൻ്റെ നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ, പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ദേവിയെ ഒരു പള്ളിയിലച്ഛനെ കൊണ്ട് സ്തുതിപ്പിച്ചാൽ അപ്പോൾ ഞാനത് അംഗീകരിക്കാം.
ഹിന്ദുക്കൾ പല സ്ഥലത്തും ഇങ്ങനെ നട്ടലില്ലാതെ പലതും പാടുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. ഈ രാഹുൽ ഈശ്വരനെ പോലെ യേശുവാണ് ദൈവം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ട്. അതല്ല ഞാൻ ചോദിക്കുന്നത്. തിരിച്ചിങ്ങോട്ട് എന്തുണ്ട്? ഒന്നുമില്ല. അപ്പോൾ ഒരു യേശുദാസ് പാടുന്നുണ്ട്. യേശുദാസ് നല്ലോണം പണം വാങ്ങി തരംഗിണി കാസറ്റിന് വേണ്ടി പാടിയതെല്ലാം ഭക്തി കൊണ്ടാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ കഴിവ് പണം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം ഗംഭീരമായ കഴിവ് ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം മൂകാംബിക ഭക്തനാണ്, അതെനിക്കറിയാം. എല്ലാ വർഷവും ഈ കുറച്ചു കാലം മാത്രമായിട്ടുള്ളൂ വരാതായിട്ട് മൂകാംബിക ദേവിയാണ് അദ്ദേഹം ആരാധിക്കുന്നത്. പിന്നെ ഇവരെ സ്തുതിക്കാൻ വേണ്ടി ഇടയ്ക്ക് പറയും ഈ വിഗ്രഹങ്ങളൊന്നും അല്ല, അവനാണ് അവൻ. ഈ അവനെന്ന് പറയുന്നത് തന്നെ ഒരു ബ്ലാസ്ഫമി അല്ലേ? അതെ. ദൈവം അവനും അവളുമാണോ? അല്ല, ലിംഗഭേദങ്ങളില്ല. ലിംഗഭേദമുള്ള ദൈവമാവുന്നത് എങ്ങനെയാണ്? ഇവരുടെ എല്ലാം ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തു മതത്തിൻ്റെയും അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ദൈവത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് പുരുഷ പുല്ലിംഗത്തിലാണ്. ഹിന്ദു മതത്തിൽ മാത്രമേ ഉള്ളൂ ബ്രഹ്മം, അത് എന്ന് പറയുന്നത്, തത്ത്, അത്. ഹിന്ദുമതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഹിന്ദുക്കളെ മനസ്സിലാക്കൂ. ലിംഗഭേദം പോലും ഇല്ലാതെ ലിംഗം, അതായത് നപുംസകലിംഗം, പുല്ലിംഗം, സ്ത്രീലിംഗം എന്നതിനൊക്കെ അതീതമായിട്ട് അത് എന്ന് ഈശ്വരനെ വിളിക്കുന്ന ഒരേ ഒരു മത സംസ്കാരം നമ്മുടേതാണ്. സ്ത്രീഭാവം ദൈവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് മതങ്ങളും പൊളിഞ്ഞു. മാത്രമല്ല ശങ്കരാചാര്യസ്വാമികൾ മാത്രമാണ് ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തഃ പ്രഭവിതും നചേദേവം ദേവോ നഖലു കുശല സ്പന്ദിതുമപി അതസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥം അകൃത പുണ്യപ്രഭവതി എന്ന് എഴുതിയത് സൗന്ദര്യലഹരിയിൽ. എന്താ എഴുതിയത്? ഈശ്വരൻ്റെ യിൻ യാങ് എന്ന് പറഞ്ഞ പോലെ ശിവശക്തികളിൽ ശക്തി ഇല്ലെങ്കിൽ ശിവന് ചലിക്കാൻ പോലും, സൃഷ്ടിക്ക് വേണ്ടി സ്പന്ദിക്കാൻ പോലും സാധിക്കില്ല. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ തുടങ്ങിയ എല്ലാവരും ഈ ശക്തിയുടെ പാദം വന്ദിക്കുന്നു, അത് അവരുടെ പൂർവ്വപുണ്യമാണെന്ന് പറഞ്ഞ ഒരേ ഒരു മഹാത്മാവ്. ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് വാറ്റിക്കനിൽ, കേട്ടോളൂ കത്തോലിക്കരെ വളരെ ശ്രദ്ധിച്ച്, ഹിന്ദുക്കളെ തെറി പറയുന്നവർ കേട്ടോളൂ. ഈ കഴിഞ്ഞ മാസമാണ് വാറ്റിക്കനിൽ വളരെ കൃത്യമായൊരു സർക്കുലർ ഇറങ്ങിയത്. എന്താണ്? മദർ മേരി എന്ന് പറയുന്ന അവരുടെ സങ്കല്പത്തെ ദൈവമായി കണക്കാക്കരുത്, മധ്യസ്ഥയായി കണക്കാക്കരുത്. അവരുടെ ദേവിയും ദേവിയല്ല, പോസ്റ്റ് വുമൻ്റെ പണിയാണ്. ഇവിടുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടുപോയിട്ട് അപ്പുറത്ത് കർത്താവിനെ കൊണ്ട് കൊടുക്കുന്ന പോസ്റ്റ് വുമൺ മധ്യസ്ഥ പ്രാർത്ഥനയാണ്. അതും ഇനി പാടില്ലെന്നാണ്. ഏക മധ്യസ്ഥൻ യേശുവാണെന്ന് കത്തോലിക്ക സഭ നിലപാടെടുത്തു കഴിഞ്ഞ മാസം. അപ്പോൾ ഇവിടെ കൃപാസനം പത്രം ഉണ്ടല്ലോ, അവിടെ ഹിന്ദുക്കൾ പോയി നിരങ്ങുന്നുണ്ടല്ലോ. എന്താണ് ഇപ്പോൾ ഇനി ചെയ്യുക? ചമ്മന്തി അരച്ച് കഴിക്കുന്ന പത്രം. അതെ, പത്രം ചമ്മന്തി അരച്ചാൽ വയറുവേദന മാറുക. പിന്നെ പത്രം അവിടെ തിരികെ അണ്ടർവെയറിൽ വെച്ച് കഴിഞ്ഞാൽ കൊച്ചുണ്ടാവുക. ഒരു സ്കൂട്ടറിൻ്റെ ഓഡിയോ കേട്ടത്, ഒരുത്തൻ സ്കൂട്ടർ നന്നാക്കാൻ കൊടുത്തപ്പോൾ അത് ബ്ലോക്കായിരിക്കുന്നു. അപ്പോൾ പറയാണ് മൈലേജ് കൂടാൻ വേണ്ടി കൃപാസനം അരച്ച് ചേർത്തിരിക്കുകയാണെന്ന്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഒരു മീഡിയം വരില്ല. ഇതൊക്കെ അന്ധവിശ്വാസമായി കളിയാക്കാനോ ട്രോളിറക്കാനോ ഒറ്റ ഒരുത്തിനും വരില്ല. അതാണ് ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിലൂടെ വളർന്നു വന്ന മതത്തിൻ്റെ ശക്തി. ഇവിടുത്തെ ബ്യൂറോക്രസിയെ, ഇവിടുത്തെ മറ്റു മതങ്ങളെ എല്ലാം നിയന്ത്രിക്കും വിധത്തിൽ അവർ ഒരു ശക്തി നേടിക്കഴിഞ്ഞു. അതെന്തുകൊണ്ടാണ്? ഹിന്ദു അനുവദിച്ചു കൊടുത്തിട്ടാണ്. ചരിത്രത്തിൽ ക്രിസ്തു മതത്തോട് ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ കീഴ്പ്പെട്ട മതമാണ് ഹിന്ദുമതം. ഇസ്ലാം മതത്തോട് റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്തും. ക്രിസ്തു മതത്തോട് റെസിസ്റ്റൻസ് ഇല്ലാതെ കീഴടങ്ങി കൊടുത്ത മതമാണിത്. ആ കീഴടങ്ങൽ പറ്റില്ല, തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കീഴടങ്ങേണ്ട കാര്യമില്ല. ലോകത്തെ ഏറ്റവും വലിയ ആയുർവേദ ശാസ്ത്രം, സംഗീതശാസ്ത്രം, നൃത്തകലകൾ, 64 കലകളും പിറന്ന ഈ നാട്ടിൽ നമ്മൾ ആരെ കണ്ടിട്ട് എന്തിന് ലജ്ജിക്കണം? നമ്മൾക്ക് ആരുടെ മുമ്പിൽ നമ്മൾ വൈ ഷുഡ് വി ജെന്യൂഫ്ലെക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ ദീസ് ഫോൾസ് ഗോഡ്സ്? I call them false because they are false. You are accusing our gods as false. അല്ലെങ്കിൽ നിങ്ങൾ പറയണം, ഔദ്യോഗികമായിട്ട് പറയണം, കൃഷ്ണനെയും ആരാധിക്കാം, അതും സ്വർഗത്തിലെത്തിക്കും യേശുവിനെ പോലെ തന്നെ. അത് നിങ്ങൾ പറയില്ലല്ലോ. Then why should we bear the brunt or the weightage of becoming secular? മതേതരരായിട്ട് നിങ്ങളുടെ എന്ത് സർട്ടിഫിക്കറ്റാണ് ഞങ്ങൾ നേടേണ്ടത്? നിങ്ങൾ ഒട്ടും മതേതരമല്ലല്ലോ. ഇത് മനസ്സിലാക്കാൻ ഹിന്ദുവിന് ബുദ്ധി ഉണ്ടായാൽ മതി. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിയും ഷാജൻ സ്കറിയും ജഗദീഷും ചെയ്യുന്നത് വിടുപണിയാണ്, വിധേയത്വമാണ്. ഷാജൻ സ്കറിയയ്ക്ക് വേദന ഉണ്ടായത് എന്താ വെച്ചാൽ, ഇത്രയും പോപ്പുലറായി നിൽക്കുന്ന ഇവരെ ഒറ്റ 4 വരിയിലൂടെ ഹിന്ദുക്കളുടെ ശ്രദ്ധ അവരിലേക്ക് കൂടുതൽ എന്താണ് ഇവർ ചെയ്ത തെറ്റെന്ന് മനസ്സിലാക്കി കളഞ്ഞല്ലോ. കൂടുതൽ ക്രിസ്തുമത ഭജന അതിനുള്ളിൽ കയറ്റാൻ പറ്റുന്നതിന് മുമ്പേ തന്നെ വി കുഡ് നിപ്പ് ഇൻ ദ ബഡ്. ആ ദേഷ്യമാണത്. അതായത് ഒരു പാസ്റ്റർക്ക് ഒരു ഹിന്ദു ദേവാലയത്തിൽ ആളുകൾ കൂടി വരുമ്പോൾ തോന്നുന്ന വിഷമമാണ് ഷാജൻ സ്കറിയയ്ക്ക് എന്നോട് തോന്നുന്നത്. അത്രയും പറയാനുള്ളൂ.